ലിവർ എടുത്ത് ഹോള് കറക്റ്റ് ആവുന്നില്ല. അത് കറക്റ്റ് വേറെ മതി. അത് ശരിയായിട്ടോ. ഇതാണ് സ്റ്റാർട്ടിങ് ലിവർ. അപ്പോൾ 61 മോഡൽ അംബാസഡർ അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ വണ്ടിയാണ്, KLP 4210. ഓക്കെ, ഈ വണ്ടി ഞാൻ ഒരു ജനുവരി ലാസ്റ്റോടുകൂടി എടുത്ത വണ്ടിയാണ്. പാലക്കാട് നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് 1961 മോഡൽ OHV വണ്ടിയാണ്. ഇത് ഇനി ഒരു റെസ്റ്റോറേഷൻ ചെയ്യാൻ പോണ വണ്ടിയാണ് ഞാനിത്. ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനാലിറ്റി, അതായത് എൻജിൻ ഒറിജിനൽ OHV എഞ്ചിനാണ്. മാത്രമല്ല ഇനീഷ്യൽ സ്റ്റേജസിൽ ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന എഞ്ചിനാണ്, അതായത് MOWOG മൊവോഗ് ടൈപ്പ് എഞ്ചിനാണ്. പിന്നെ ഇത് റൺ ചെയ്യുന്നത് SU കാർബറേറ്ററിലാണ്, മനസ്സിലായില്ലേ. അപ്പോൾ തുടക്കം കുറച്ച് സ്റ്റേജസിലാണ് ഈ മൊവോഗ് എഞ്ചിൻ വന്നിട്ടുള്ളത്. പിന്നെയൊക്കെ നമ്മളുടെ ഹിന്ദുസ്ഥാൻ്റെ എഞ്ചിനായി മാറിയിട്ടുണ്ട്. ബേസിക്കലി സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷേ മറ്റേ ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എഞ്ചിൻ വ്യത്യാസമുള്ളൂ. പിന്നെ എൻ്റെ ആദ്യം എഞ്ചിൻ റൂം ഒന്ന് കാണാം. ദിലീപേട്ടാ, എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഈ എഞ്ചിൻ ഇപ്പോൾ എന്താ എടുക്കുന്ന ടൈമിൽ തന്നെ റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നോ? ഇല്ല. ഇപ്പോൾ ഈ വണ്ടി ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ ഒരു 5-5.5 വർഷമായിട്ട് ഇത് ഷെഡിൽ കിടക്കുമായിരുന്നു ഈ വണ്ടി. പക്ഷേ എൻജിൻ ദിലീപ് ചെക്ക് ചെയ്തപ്പോൾ എൻജിൻ നല്ല കണ്ടീഷനുള്ള എൻജിനായിരുന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ വളരെ റയറായിട്ട് വരുന്നതാണ് SU കാർബറേറ്റർ, സ്റ്റാൻഡേർഡ് യൂണിയൻ്റെ ഷോർട്ട് ഫോമാണ്. അത് നിങ്ങൾക്ക് നോക്കി ഇവിടെ കാണപ്പോഴും കാണാം, ഇംഗ്ലണ്ടിൽ നിന്ന് എഴുതിയിരിക്കുകയാണ്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. ഓക്കെ. പിന്നെ ഈ എൻജിൻ മൊവോഗ് എൻജിനാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് വളരെ താഴെയിട്ട് MOWOG എന്ന് ഒക്കെ കാണാൻ പറ്റും, മനസ്സിലായി. ഒറിജിനൽ പെട്രോൾ എഞ്ചിനാണ്. ഇതിൽ 1500 cc ആണ് വരുന്നത്. 1500 എഴുതിയതാണ്. ഓക്കെ, പഴയ ടൈപ്പ് ആണല്ലേ. സോളിനോയിഡ് സ്വിച്ച്, സ്റ്റാർട്ടിംഗ് സ്വിച്ച് ഇതാണോ? ബാറ്ററിന്ന് കണക്ഷൻ അതിലേക്ക് പോകുന്നത്. പിന്നെ മെറ്റൽ ഫാനൊക്കെയാണ് പഴയ ടൈപ്പ്. പിന്നെ റേഡിയേറ്ററൊക്കെ ഒറിജിനലാണ്, ഷേപ്പും ഇതൊക്കെ ഒറിജിനൽ. ഹോണ് നമ്മുടെ ജാൽവ ഹോൺ. ദിലീപേട്ടാ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക വണ്ടി ഉള്ളിന്ന്. ഇതിപ്പോൾ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുക, പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ അതെ. ഈ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്ത് ഈ ലിവർ വെച്ചിട്ട് ഹാൻഡ് ക്രാങ്കിങ് എന്ന് പറയുന്നത്, അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ബാറ്ററി ഡൗൺ ആയാലും. ഇത് ഡയറക്റ്റ് എൻജിൻ്റെ ക്രാങ്കിലേക്കാണോ കണക്റ്റ് ആവുന്നത്? എൻജിൻ പുള്ളിയിലേക്ക് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് എൻജിൻ്റെ പുള്ളിയിലേക്ക് കണക്റ്റ് ആവുന്നതാണിത്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വേറെ ഒന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പമ്പറിലേക്കാണ് ഇത് വരുന്നത്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ലിവർ ചെന്ന് കയറുന്നത്. അതിൽ എൻജിൻ്റെ അവിടെ നമുക്ക് കാണാം. റേഡിയേറ്റർ മുട്ടാണ്ടിരിക്കാനാണ് നമ്മളത് ആ പോർഷൻ കണ്ടത്. ഏകദേശം
പഴയ മോഡലിന് അതിലൊന്നും ഉണ്ടായിരുന്നില്ല, എടുത്ത് കളഞ്ഞൊക്കെയായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡ്. അപ്പോൾ ബാറ്ററി ഇല്ലെങ്കിലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. പെട്രോൾ എഞ്ചിനാണ്. ലിവർ എടുത്ത് ഹോള് കറക്റ്റ് ആവുന്നില്ല. അത് കറക്റ്റ് വേറെ തള്ളിയാൽ മതി. അത് ശരിയായിട്ടോ. ചേട്ടാ ഭയങ്കര സൈലന്റ് എഞ്ചിനാണ്. അതെ, വളരെ സ്മൂത്ത് സൈലൻ്റ് എഞ്ചിനാണ്. അല്ല, ഇത്ര പഴക്കമുള്ളൊരു എഞ്ചിനായിട്ട് പോലും അതിൻ്റെ ബോണറ്റ് അടച്ചിട്ട വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ്. അത്ര സൈലൻ്റാണ് എഞ്ചിൻ. ഓക്കെ, ഇത് ഈ ഫിൽറ്റർ നിങ്ങൾക്ക് കാണാം. ഇത് ഒറിജിനൽ ഒരു ഗ്ലാസ് ടൈപ്പാണ് വരുന്നത്. ചെറിയൊരു മാഗ്നറ്റ് ഉണ്ടാവും. മാഗ്നറ്റ്, ഓക്കെ. അതിലൊരു മാഗ്നറ്റ് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ. അംബാസഡറിൻ്റെ എംബ്ലം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഇതൊക്കെയാണ്. ഡിക്കി കുറച്ച് മാറിയിട്ടുണ്ടല്ലേ? ഡിക്കിയൊക്കെ ഒരു മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ പഴയതുപോലെ ആക്കും. ഇതൊക്കെ പഴയ ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അലുമിനിയം ടൈപ്പാണ്. പിന്നെ പഴയ ജാക്കി ലിവർ വയ്ക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് പഴയ വണ്ടികൾക്ക് ജാക്കി ലിവർ വയ്ക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. സ്റ്റാർട്ട്. ഫുൾ ടൈപ്പ് സ്റ്റാർട്ടാണ് വരുന്നത്. പോണ ഇത് 4 സ്പീഡാണ് ചെയ്യാനുള്ളതാണ്. അടുത്ത് ഇനി 5 സ്പീഡിലേക്ക് ചെയ്യും. ഓക്കെ, സൗണ്ട് എന്താ ഈ പഴയ ഗിയർ ബോക്സിൻ്റെ അംബാസഡർ ഒറിജിനൽ ഗിയർ ബോക്സിനുള്ള സൗണ്ട്. സ്റ്റാർട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വേണ്ടി ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് റെസ്റ്റോറൻറ്റ്സിൽ ചെയ്യാന്നുള്ള സ്റ്റാർട്ടിങ്ങിന്റെ വർക്കൊക്കെ റെഡിയാക്കി വണ്ടി ഓടാണ്ട് കിടക്കണത് 5 കൊല്ലം സ്റ്റാർട്ട് ആവാണ്ട് കയറിയിട്ടുണ്ടായിരുന്ന വണ്ടിയാണ്. അത് നമ്മളെടുത്ത് വർക്ക് ചെയ്ത് ഓടിക്കണ കണ്ടീഷനാക്കി. ബാക്കിയുള്ളത് റെസ്റ്റോറേഷൻ ചെയ്യാനുള്ളതാണ്. ഒരു 10-200 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഷൊർണൂര് ഓടിക്കൊക്കെ ഓടിച്ചപ്പോൾ അങ്ങനെ നിർത്തും. ഞായറാഴ്ച വണ്ടി എടുത്തു. എങ്ങനെയുണ്ട് പെട്രോൾ എഞ്ചിൻ മൈലേജ് കാര്യങ്ങൾ? 13 കിട്ടുന്നുണ്ട്. 13 പ്രതീക്ഷിച്ചാൽ മതി. കൊണ്ടുവന്നത് എന്നിട്ട് ഇവിടെ വന്ന് ഇതിന്റെ ഒറിജിനൽ SU കാർബറേറ്ററാക്കി ആയിരിക്കും മാറ്റി കറക്റ്റാക്കി കാർബറേറ്റർ ഒക്കെ ചേഞ്ച് ചെയ്ത് അതിലുണ്ടായിരുന്നു. അത് വർക്കാവാണ്ട് സ്റ്റക്കായി ഇരിക്കുകയായിരുന്നു. ഡോക്ടർക്ക് അത് ഒറിജിനൽ തന്നെ ആക്കണം എന്നൊരു നിർബന്ധം വന്നപ്പോൾ SU കുറെ കാലങ്ങൾക്ക് ശേഷം SUവിനെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തെടുത്തു. അതൊക്കെ നമ്മളൊരു 10-20 വർഷം മുപ്പാട് നമ്മൾ ആശാന്മാർ ചെയ്ത് കണ്ടിട്ടുള്ളതാണല്ലോ. നമ്മളെ കൊണ്ടൊന്നും ചെയ്തിട്ടുള്ളതില്ല. അപ്പൊ ആ കണ്ട ലെവലിൽ അതിനെ ശരിയാക്കി കൊടുത്തു മാത്രം. ഇത് തൃശ്ശൂർ ചെക്കിങ്സ് ആണ്. ഓക്കെ,
ടെസ്റ്റ് ഗ്രൗണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് OHV മോഡലാണ്, 61 മോഡലാണ്. അപ്പോൾ അന്ന് വന്നിരുന്ന സ്മിത്ത് മീറ്ററാണ്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാം ഇവിടെ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. പിന്നെ അന്നൊക്കെ മൈൽസിലാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതായതുകൊണ്ട് മൈൽസിലാണ്, മൈൽസ് പെർ അവറിൻ്റെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്മിത്ത് എന്ന് പേരുണ്ട്, മനസ്സിലായി. പിന്നെ അത് അതിൻ്റെ ഉള്ളിലത്തെ ഇഗ്നീഷൻ്റെ ലൈറ്റ്, ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റുകളുണ്ട്. ഈ ക്ലോക്ക് ഉണ്ട്, പക്ഷേ അപ്പോൾ അത് വർക്കിംഗ് അല്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ നോബ്സ് എന്ന് പറയുന്നത്. ഇതുമ്മ ഓരോ ഫംഗ്ഷൻ്റെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് കുറച്ച് മാഞ്ഞിട്ടുണ്ട്. ഇത് ഫുൾ ടൈപ്പ് സ്റ്റാർട്ടറാണ്, വലിച്ച വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ ഇതാണ് ഹെഡ് ലൈറ്റ് ഓഫ്, ഇതിപ്പോൾ ഡിം ലൈറ്റ്, പാർക്ക് ലൈറ്റ് ഉണ്ട്, ലൈറ്റ് കാണും പുറത്തേക്കുണ്ട്. ഇത് ഹെഡ് ലൈറ്റിൻ്റെ അത് വരും, അങ്ങനെയാണ്. അതാണ് എൻ്റെ ഹെഡ് ലൈറ്റിൻ്റെ എസ് ഇത് ഓഫ്. പിന്നെ ഇതിൻ്റെ അത് ഡിമ്മും ബ്രൈറ്റും ഫുട്ട് ഓപ്പറേറ്റഡാണ്. ഇതാണ് വണ്ടിയുടെ ഡിമ്മ് ബ്രൈറ്റ് ഫുട്ട് ഓപ്പറേറ്റർ. എത്രയാണ്? ഓക്കെ. ഇത് പിന്നെ ഫ്യൂവൽ എൻ്റെ റീഡിങ് മീറ്റർ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഞങ്ങൾ ജാനുവരി ലാസ്റ്റിൽ എടുത്തിട്ടുള്ളത്, ഇത് റെസ്റ്റോർ ചെയ്യാൻ പോണ വണ്ടിയാണ്. അതിൻ്റെ കുറേ പരിമിതി കുറവുകളുണ്ട്, അതൊക്കെ എൻ്റെ ഒറിജിനൽ ഫ്രെയിമാണ്. നമ്മുടെ സ്റ്റാർട്ടിങ് മാത്രം ഇപ്പോൾ ഒന്ന് റെഡിയാക്കി ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനുള്ളൊരു വണ്ടിയാണിത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാമെന്നുള്ള ഒരു ഇതാണ്. ഇനി സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ, പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ഇത് ഒറിജിനൽ സ്റ്റിയറിംഗ് ആണ്, ഹോൺ റിംഗ്. പിന്നെ OHV മോഡലിൻ്റെ സ്റ്റീൽ റിബുള്ള സ്റ്റിയറിംഗ് ആണത്. പിന്നെ ഹാൻഡ് ഗിയറാണ്, ഇത് ഒറിജിനൽ 4 സ്പീഡ് ഹാൻഡ് ഗിയർ തന്നെയാണ്. ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് ഇനി പഴയ മോഡലിലേക്ക് ഇനി പോവേണ്ടതാണ്. ഇതിൻ്റെ ബാക്കിലെ സീറ്റും കാര്യങ്ങളും, പിന്നെ ഫ്രണ്ടിൽ ബക്കറ്റ് സീറ്റാണ് വരുന്നത്. കഴിയുമ്പോൾ ഞങ്ങൾ ഈ വണ്ടി ഫുൾ ഒറിജിനാലിറ്റിയിലേക്ക് ഞങ്ങൾ റെസ്റ്റോർ ചെയ്യും. അതായത് ഈ സീറ്റൊക്കെ ബെഞ്ച് സീറ്റാക്കും, ഈ ടോപ്പൊക്കെ മറ്റേ ഒരു പഴയൊരു കമ്പി ടൈപ്പ് ടോപ്പാണ് വരിക, അപ്പോൾ എയർ നിൽക്കണം ആ ടൈപ്പ് ആക്കും. പിന്നെ ഈ മിറേഴ്സ്, ഇവിടുത്തെ സൺഷെയ്ഡിൻ്റെ ഫ്ലാപ്പ്, ഇതൊക്കെ നമുക്കത് ഒറിജിനൽ, അതൊക്കെ ഇതാക്കും, ഒറിജിനലാക്കും. ഒക്കെ വർക്കിംഗ് ആണ്, അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ വണ്ടി? ഓക്കെ. ഓക്കെ, വളരെ സ്മൂത്തായിട്ട്. ഇപ്പോൾ വണ്ടീൻ്റെ എൻജിൻ്റെ സൗണ്ട് വല്ലാതെ ഉള്ളിലേക്കും വരുന്നില്ല അത്? ഇല്ല. ഇപ്പോൾ ഇൻഫാക്റ്റ് ഈ വണ്ടിയിൽ മാറ്റൊന്നുമില്ല, നമുക്ക് നോക്കിയാൽ കാണാം. യാതൊരു സൗണ്ട് പ്രൊട്ടക്ഷനൊന്നുമില്ല. എന്നിട്ട് പോലും വളരെ സ്മൂത്ത് എഞ്ചിനാണ്, മൊവോഗ് എഞ്ചിനാണ് ഉള്ളത്. അതിൻ്റെ ഫുൾ ഫോം എനിക്ക് മുഴുവൻ ക്ലിയർ അല്ല, എന്നാലും മോറിസ് വോസ്ലി അങ്ങനെ 2 ആൾക്കാരുണ്ട്. അവർ 2 പേര് പേരും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് MOWOG മൊവോഗ് എന്നുള്ള ഇത് വന്നത്. ബ്രേക്കൊക്കെ അത്യാവശ്യം ഇതാണ്, പക്ഷെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവും. നമ്മളെ വ്യത്യാസം കണ്ട ഇതിൻ്റെ ടൈറ്റും സ്റ്റിയറിംഗ് വലിയൊരു ടൈറ്റ് ഇല്ല, പക്ഷേ ഗിയർ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ആ ഒറിജിനലിൻ്റെ ഇതാണ് വരുന്നത്. പിന്നെ നമ്മുടെ മറ്റേ വണ്ടി, ആദ്യം ഓടിച്ച വണ്ടി ഭയങ്കര സ്മൂത്താണ്. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാനും കൂടെ പറ്റാത്ത ഒരിതാണ്. പക്ഷെ നല്ല ആക്ഷനാണല്ലോ ഇത്. ആക്ഷൻ ഷോക്കിൻ്റെ അല്ല, അതിൻ്റെ ഇത് ഒറിജിനൽ സസ്പെൻഷനാണ്. മറ്റേതിന് നമ്മൾ ഈ ടോർഷൻ ബാറൊക്കെ വെച്ചിട്ടുണ്ട്, അത് വെച്ചപ്പം സസ്പെൻഷൻ കുറച്ച് ഹാർഡായിട്ട്. അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്, വണ്ടി കുറേ സ്റ്റേബിളാവും. പക്ഷേ ഈ പറഞ്ഞ റൈഡ് കുറച്ച് ഹാർഡാവും. ഇതൊന്നുമില്ല, അതുകൊണ്ടാണ് ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആണ്.
പിന്നെ ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ നമ്മൾ പറയേണ്ട കാര്യം തന്നെയാണ്, ഇതിന് മുന്നേ നമ്മൾ ഓടിച്ച കുളത്തിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ചെയ്തത് വളരെ സ്മൂത്ത് ഷിഫ്റ്റാണ് വരുന്നത്. അത് ഓരോ ഗിയർ മാറുന്ന നമ്മൾ അറിയുന്നില്ല. ഇത് ഓടിക്കുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ആ പഴയ വണ്ടിയുടെ ഗിയർ ബോക്സ് എന്നുള്ള നിലയിൽ നമുക്ക് ആസ്വദിച്ചുള്ള ഒരു ഡ്രൈവ് തന്നെയാണ് ഈ വണ്ടി നൽകുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയോട് ബായ് പറയേണ്ട സമയമായി. ഈ പഴയ വണ്ടികൾ എന്താണെന്ന് അറിയില്ല, ഓടിച്ചാൽ മതി വരാത്തൊരു ഫീലാണ്. അപ്പോൾ ഏതായാലും അടുത്ത വണ്ടിയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത വണ്ടിയുമായിട്ട്. ഓക്കെ ദെൻ, ബൈ. സ്റ്റോപ്പ് തിരിച്ചാ